അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിങ്കുടുവിന് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ചിങ്കുടുവിന് തളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് കാലിൽ തളയും കാര്യങ്ങളും ഇട്ട് കൊടുക്കുന്നതായിരുന്നു. ചിങ്കുടോട് ചിരിക്കേണ്ട, അതായത് പാഴ്സലും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നത്, അതായത് എന്തെങ്കിലും ഇറിറ്റേഷൻ കാര്യങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട് തളയാകുമ്പോൾ ഒറ്റൊരു ദിവസം നല്ല കുട്ടിക്ക് ഒരു ഒതുങ്ങി കിടക്കുള്ളൂ എന്ന് വെച്ചാൽ അതായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചിങ്കുവിന് 5 മാസം ആയല്ലോ, അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ചാൽ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു സംഭവം എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിങ്കുവിന് വായിച്ചിന് ഫസ്റ്റ് കാണിച്ചു കേട്ടോ. ഇതണ്ട, ഇവിടെ ഒരാൾ ഞാൻ ഫോണിൽ എടുക്കുന്ന കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ചിരിക്കുന്നു അല്ലേ? ചിങ്ങടോ വാവേ, നമ്മൾ എന്താ എടുക്കാൻ പോണം? അതെ ഗൈസ്, വെള്ളിന്റെ പാദസരം. പിന്നെ വെള്ളിന്റെ ആകുമ്പോൾ നമുക്ക് അതിൽ ഈ കിളിങ്ങലൊക്കെ വരുമ്പോൾ നല്ല രസം ഉണ്ടാവില്ല അല്ലേ വാവേ? അപ്പം അങ്ങനത്തെയൊക്കെ വിചാരിക്കണം. ഇപ്പം അവിടെ പോയിട്ട് എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്താണ് അതെ അതെ, അപ്പോൾ അവിടെ അച്ഛനും ഒറ്റയ്ക്കില്ല. അപ്പം അമ്മ അവിടെ പോയിട്ട് വിഷുവിൻ്റെ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരില്ല പിന്നെയും. അപ്പം അമ്മ പോകാനും നിൽക്കുകയാണ്. അപ്പം എന്നാലും പോണ സമയത്ത് പാദസരം എടുക്കണം ഫസ്റ്റ്. അതുപോലെ ബേബിക്ക് ഒരു മുട്ടം പണി കിട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. അതായത് ഇന്നലെ അല്ലേ ബേബി? ഇന്നലെ രാവിലെ അല്ല, അതായത് പനി കഴിയുമ്പോഴേക്കും, അതായത് പനി മാറുമ്പോഴേക്കും ബേബിക്ക് അടുത്ത പണി പറഞ്ഞ പൂച്ചന്റെ പൂച്ച അറ്റാക്ക് ചെയ്തു ഗൈസ്. അതായത് വീട്ടിൽ കയറ്റുണ്ടല്ലോ, അപ്പൊ നമ്മളതിനെ കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്ത സമയത്ത് ഉണക്കുമ്പോൾ ഈ ഹീറ്റർ യൂസ് ചെയ്യില്ല. ഹീറ്ററിന്റെ സൗണ്ട് എന്തും ആൾക്ക് പേടി, കുട്ടിയാണ് പേടിച്ചിട്ട് അതിങ്ങനെ ഓടി. അപ്പൊ ചളിയിൽ കൊണ്ടാണ് ഞാൻ പിടിച്ചത്. അപ്പൊ തിരിഞ്ഞിട്ട് അവിടെ ഒരു കടി കടിച്ചു. നല്ല മുങ്ങിണ്ട് ഇതില് കാണുമ്പോ അറിയില്ല. എന്നിട്ട് ഞങ്ങള് രാത്രി ഹോസ്പിറ്റലിൽ പോയിട്ട് 2 അടിച്ചു അല്ലെ 3 അടിച്ചു ഇഞ്ചക്ഷൻ 3 അടിച്ചു. പിന്നെ ഇന്ന് രാവിലെ പോയിട്ട് ആ മുറിവിന് ചുറ്റും അടിച്ചിട്ട് വന്നു ഗൈസ്. പിന്നെ ഇപ്പൊ ഇടുപ്പ് പോകാതെ ഇങ്ങനെ ഈ സ്കൂബികള് നടക്കില്ല. മുറിന്റെ ഈ സൈഡ് കുത്തി ഇളക്കിയിട്ട് അടിച്ചു. വേദന പറഞ്ഞ അമ്മോ ഒരുമാതിരി വേദന. അയ്യോ, അത് നല്ല ബ്ലഡ് ഒക്കെ വന്നിട്ടോ ഗൈസ്. അതെ, ആവശ്യമുണ്ടായിരുന്നു. അടുത്ത് കുറെ പേര് കരഞ്ഞു, നിലവിളിച്ചു അവിടെ അതുപോലെ അടിക്കുമ്പോ. പിന്നെ അതുപോലെ ബേബിക്കാണെന്നുണ്ടെങ്കിലും ലേറ്റ് ആവും തോറും പെയിന് ഇല്ലേ ബേബി? കടച്ചില്ലേ? അപ്പോൾ ഒന്ന് മാറുമ്പോഴേക്കും ഒന്ന് വരികയാണ് കേസ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ചിങ്കിടുന്ന ഡ്രസ്സ് മാറ്റി കൊടുക്കുക ബേബി. ചിങ്കിടുവാ, നമുക്ക് ടാറ്റ പോയാലോ? നമുക്ക് ടാറ്റ പോവാ. ടാറ്റ പോയാടാ. ടാറ്റ പോവാ. കണ്ടോ ഗൈസ്, ടാറ്റ പോവാ പറഞ്ഞ നല്ല സന്തോഷമാണ്. ഞങ്ങളാരെയും റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ ഉള്ളിൽ ആവശ്യം നിൽക്കണെങ്കിലും ആവശ്യമില്ലാത്ത പോകില്ല കുഞ്ഞിപ്പിന്നി ഗൈസ്. പിന്നെ അതുപോലെ മഴയ്ക്ക് നല്ല കോളുണ്ട് കേട്ടോ, ഇടിപൊട്ടലും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? അത് അമ്മ ഉണ്ട് അവിടെ. ഓ, ഇങ്ങോട്ട് വരൂ ഗൈസ്. അമ്മ റെഡി ആയിട്ട് നിൽക്കാണ് പോവാൻ വേണ്ടിട്ടില്ലേ? എന്താ സന്തോഷം അമ്മന്റെ. പോവാണ് വേണ്ടി ഇത്ര ദിവസം വെയിറ്റ് ചെയ്താണ് അല്ലേ? ഇപ്പൊ പോയിക്കോളോ, കുട്ടിക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കൂ. ഗൈസ് കൊറേ ആയി പറയണു അച്ഛനവിടെ ഒറ്റയ്ക്കാണ്. ഉണ്ടാവും, സ്വാഭാവികം അല്ലേ ബേബി? ഗൈസ് മമ്മി പോയാലാണ് കുറച്ച് റിസ്ക് കൂടുതൽ. ഇനി ബേബി അങ്ങനെ ഉറങ്ങും. അല്ല, ഇപ്പൊ ചിങ്കുടു കുഴപ്പമില്ലാണ്ട് കുറച്ചൊരു മാറ്റമുണ്ട്. ഇനിയിപ്പൊ അമ്മ പോയാ ചേഞ്ച് ആവോന്ന് അറിയില്ല കേട്ടാ. പിന്നെ അതുപോലെ ഇപ്പൊ ഇവൾക്ക് പാദസരം മേടിച്ചിട്ടാണെങ്കിലും ഇവളുടെ ചേഞ്ച് എന്താണെന്ന് അറിയില്ലല്ലോ. ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ. സംഭവം മൂപ്പർക്ക് ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയില് ടാറ്റ പോവാണേട്ടാ. ടാറ്റ പോവാണ് നമ്മള്, ടാറ്റ പോവാണ്. തിന്നി അമ്പടി
അല്ലെങ്കിൽ ചില സമയത്തൊന്നും പോവില്ല കേട്ടോ ഗൈസ്. നമ്മൾ റെഡി ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അറിയാം. ഇപ്പൊ അതായത് ആരാണോ പുറത്തു പോകാൻ നിക്കണ് അവരെടുത്ത് പറഞ്ഞാൽ വേറെ ആരുടെ അടുത്ത് വരില്ല, എന്റെ അടുത്ത് പോലും വരില്ല. അമ്മ പോയിട്ടപ്പ വരൂ. ഞങ്ങള് വെള്ളിക്കടയിലെത്തിയില്ലേ? ചിങ്ങുവിനെ നമ്മൾ കാറിൽ ചിങ്ങു നല്ല ഉറക്കണം, എടുത്തിട്ട് വന്നാൽ ചിലപ്പോൾ തെളിയും. അപ്പോൾ അളവ് അങ്ങോട്ട് പോയി എടുക്കാമെന്ന് വെച്ചിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കുറേ മോഡൽ കാണിക്കാം. ഓടാനായിട്ടില്ല ആള്, ഓടാനായിട്ടില്ലല്ലോ. 5 മാസത്തില് 5 മാസം. ആ കാല് ഇട്ട മറ്റേ അടിക്കുന്നതൊക്കെ അറിയാൻ പറ്റും അല്ലേ? ഇടവിട്ടിട്ടില്ലേ? മോഡലാണല്ലേ? മഴ പെയ്തൂലേ? അല്ല ഒന്ന് ഭൂമി നനഞ്ഞു പറയാ. ആ ബ്ലാക്ക് അല്ലേ? ഇതൊക്കെ പിന്നെ ഓരോ മോഡൽ അതുപോലെ തന്നെയാണ്. അതിൽ ചെറിയ ചെറിയ മാറ്റം ഉണ്ട്. അത് മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നും. ഇതാണ് പറഞ്ഞത്, ആ കറുപ്പല്ലേ പറഞ്ഞത്? വേണ്ട, പക്ഷേ ഇഷ്ടപ്പെട്ടു. ഇതാ അതായത് ഈ കല്ല് കണ്ട നല്ല രസമുണ്ട്. പക്ഷെ തിരിച്ചെടുക്കുമ്പോൾ അത് പൊട്ടിച്ചിട്ട് ബാക്കിയുള്ളത് എടുക്കുള്ളൂ എന്ന് പറയുന്നത് അതല്ലേ ഗൈസ്. അപ്പം ഞങ്ങൾ ടൗണിലൊക്കെ പോയി ചിങ്ങടൂന് പാദസരമൊക്കെ എടുത്തിട്ട് നേരെ അമ്മനെയാക്കാൻ വേണ്ടി വീട്ടിലോട്ട് വന്നു. പാദസരം എടുത്തിട്ട് അളവ് നോക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു കേട്ടോ. ഉറങ്ങായിരുന്നില്ലേ? കൊറേ നാൾക്ക് ശേഷം ഇവിടെ വന്ന അമ്മ അടുക്കളയിൽ കയറി. അമ്മ ഇവിടെ വന്ന പിന്നെ അമ്മന്റെ സ്വഭാവം വെറൈറ്റി സ്വഭാവമാണ് ഗൈസ്. സന്തോഷമില്ലമ്മ? ആ കള്ളി പറഞ്ഞല്ലോ. നല്ല മഴ അല്ലേ ബേബി? അടിപൊളി. ഞങ്ങൾ കുറച്ച് നനഞ്ഞൊക്കെ ചെയ്തു. അതോ അവിടെ മഴ പെയ്യുമ്പോഴേക്കും ഇവിടെ തുമ്മിയാ. ഇനി ഇവിടെ കഴിഞ്ഞ് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലൊന്നും വെച്ചിട്ടില്ല അല്ലേ ബേബി? സമയം കിട്ടിയില്ല, ഓരോരു തിരക്ക് കാരണം കൊണ്ട്. അപ്പം ഇനി ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകും. സംഭവം മൂപ്പർക്ക് മൂടില്ല. ഗൈസ് അങ്ങനെ ഞങ്ങൾ അമ്മനെ വീട്ടിൽ വിട്ട് ഞങ്ങൾ തിരിച്ച് വീടെത്തിയിട്ടാ. ചിങ്ങടു പെണീറ്റിട്ട് പിന്നെ കുറേ നേരം അവിടെ തെളിഞ്ഞു തെളിഞ്ഞിരുന്നല്ലോ. മൊത്തത്തിൽ ആൾക്ക് നേരം കൂടി എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന ടൈമിൽ വണ്ടിയിൽ കിടന്നിട്ട് കുറച്ച് ഉറങ്ങി. ഇവിടെ വന്നിട്ട് വെച്ചിട്ട് പിന്നെയും കരഞ്ഞു. പിന്നെ ഫീഡ് ചെയ്തിട്ട് ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിങ്ങൂടെ അവിടെ ഉറങ്ങണം. ഞങ്ങൾ വെച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ ചേഞ്ച് ചെയ്യുന്നു. തണുപ്പുണ്ട്. ഇന്ന് കുറച്ചൊരു ചൂടില്ലാന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ അല്ല വിചാരിക്കാനും പറ്റില്ല ചിങ്ങൂരിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ പിന്നെ അതുപോലെ തന്നെ ചിങ്ങൂരിൻ്റെ പാദസരം ഞങ്ങൾ ഏതാ എടുത്ത് എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഫസ്റ്റ് കാണിച്ചു കേട്ടോ. കാണിക്കോ? അതിലെന്നെ ഇങ്ങനെ നിവർത്തി വയ്ക്കാവേ. അപ്പോൾ കുറച്ചുകൂടെ അറിയുള്ളൂ. ആ ഇതാണ് ഗൈസ്. വെച്ചോ. ആ ഇതാണ് ഞങ്ങളെടുത്ത്. ആ അത് കാലിലിടുമ്പോൾ കറക്റ്റായി നിന്നോളൂ. അപ്പോൾ ഈ കിലുക്കമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ
വരുന്നുണ്ട്. ഈ വരുന്ന ഈ പട്ട പോലെ സംഭവം അത് വന്നിട്ട് ഒരുപാട് കനവില്ലാത്തതാണ്. ചിങ്ങട് ഒണിച്ചൂട്ടാ ഗൈസ്. അങ്ങനെ ചിങ്ങട് ഒണിച്ചിട്ട് കുറച്ച് നേരം ഫീഡ് ചെയ്തിട്ട് പിന്നെ ഉറങ്ങിയില്ല. എനിച്ചാലെന്നുകൊണ്ട് ഭയങ്കര സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് എപ്പോഴും ഇല്ലാത്തൊരു ചുമയും ഇന്ന് വന്നിട്ടുണ്ട്. ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ചുമ ഒരു പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ വേഗം കൊണ്ട് പുറത്ത് വെച്ചു. സത്യം. അപ്പോൾ ഈ ചിങ്ങൻ്റെ പാർസൽ അതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ടില്ലല്ലോ എടുക്കണ തന്നെയാണ്. പിന്നെ ഒന്നാമത് നല്ല സൗണ്ട് ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളത്. കുറച്ചും കൂടെ എല്ലാവരും നമുക്ക് എന്താ പറയുക മോഡേൺ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞാൽ മോഡേൺ ആയിട്ടുള്ള ഉണ്ട്, കുറേ ഉണ്ട്. പക്ഷെ കൊത്തുമ്പോൾ ഇപ്പോൾ അത് ഇടാൻ പറ്റില്ല. കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഇടാൻ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ ഇതൊക്കെയാണ് നല്ലതല്ലോ. അതെ, വെയിറ്റ് ഒന്നുമില്ല, വെയിറ്റ്ലെസ് ആണ് ലോ. അപ്പം അതുകൊണ്ട് ചിങ്ങനോട് കാനമായിട്ടും തോന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് ഇട്ടിട്ട് എങ്ങനെയായിരിക്കും എന്താണെന്നൊക്കെ ഞങ്ങൾ നാളെ ചിങ്ങടോ ഉറങ്ങി നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ എന്നിട്ട് അത് കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ഞങ്ങൾ ഇതുവരെ ഇട്ടും കാര്യമൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ എടുത്തു വെച്ചല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇത്ര ദിവസം ഞാൻ കുറച്ച് കുഴപ്പമില്ലാണ്ടൊക്കെ ഉറങ്ങി. ഇപ്പോൾ ഇന്ന് അമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ വാവശ്യം കൂടിയിട്ടായിരിക്കും. ഇല്ല, ചിങ്ങടോ ഉറങ്ങിയ പിന്നെ എനിക്ക് കുറച്ചൊരു ഉറക്കം കിട്ടിയ പിന്നെ ഞാൻ ഇരിക്കും. അപ്പം എന്തായാലും നോക്കാം. ആ കൂർക്കം വിളിച്ച് ചിങ്ങടോ എണിക്കുമെന്നാണ് എനിക്കൊരു പേടി. അങ്ങനെ മുമ്പ് എണിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടല്ലോ അവൻ എന്തായാലും നോക്കാം. എന്താ പറയാ, കിടക്കലൊന്നുമില്ലല്ലോ, ഞാനും അമ്മയും കൂടെയല്ലേ കൂടുതൽ. അതെ, അപ്പം അതുകൊണ്ട് അറിയില്ല. അറിയില്ല എനിക്ക് എന്താ അവസ്ഥ. അപ്പം എന്തായാലും നോക്കാം ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എന്തായാലും വീഡിയോ അല്ല, പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ഉറക്കമൊപ്പിൽ നിൽക്കണം, അതുകൊണ്ട് അപ്പം എന്തായാലും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ബൈ.